നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് പണം അട്രാക്റ്റ് ചെയ്യുന്ന സ്വിച്ച് ബോർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും ദേവതകളുടെ പേരുകളെക്കുറിച്ചും എല്ലാം കണ്ടുവരുന്നുണ്ട്. അതുപ്രകാരം ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും കാണുവാൻ പോകുന്നത് നമുക്ക് ആവശ്യമായ പണം നമ്മുടെ കയ്യിൽ വെറും 20 മിനിറ്റ് കൊണ്ട് വന്നു ചേരുവാനായിട്ട്, അതായത് ചെറിയ ചെറിയ തുകകളാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ടും, ഇനി വലിയ തുകയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് 24 മണിക്കൂറിനുള്ളിലും വന്നു ചേരുവാനായിട്ട് ചെയ്യേണ്ട ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്. ഇത് മുഴുവനായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ഇതിൽ വിശ്വാസമുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. കാരണം ആദ്യം ഒരു വർഷത്തിന് മുന്നേ എല്ലാം തന്നെ ഒരുപാട് പേർ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പറഞ്ഞാൽ എന്താണ്, അതുപോലെ സ്വിച്ച് ബോർഡുകൾ ഫലം തരുമോ എന്നുള്ള സംശയങ്ങളോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് വർക്കാവുന്നുണ്ട്. സ്വിച്ച് ബോർഡുകൾ ചൊല്ലുമ്പോൾ അതിന് ഫലം ലഭിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നും തന്നെയല്ല, അവർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും ഈ യൂണിവേഴ്സിലും ഉണ്ടാകുന്ന പരിപൂർണമായ വിശ്വാസവും അവർക്ക് അവരുടെ മുകളിൽ തന്നെ ഉള്ള ആ ഒരു അതീതമായ വിശ്വാസവും കൂടിയാണ്. നമ്മൾ എപ്പോൾ നമ്മളിലും യൂണിവേഴ്സിലും വിശ്വസിക്കുന്നുവോ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ ടെക്നിക്കുകളും നമുക്ക് റിസൾട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ ടെക്നിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എത്ര ദിവസം ശ്രമിക്കണം? ചെറിയ തുകകളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 20 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായ തുക ലഭിക്കുമെന്നുള്ള കാര്യം. നിങ്ങൾക്ക് തുക കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. ഇനി അഥവാ വലിയ ആഗ്രഹമാണ്, വലിയ എമൗണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെറും 3 ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എപ്പോൾ ചെയ്യണം? രാത്രി ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയോ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഈ മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ നമുക്ക് ആവശ്യമായ തുകകൾ എത്രയാണോ ആ തുക കൃത്യമായി ഉണ്ടായിരിക്കണം. ഒരു 2000 രൂപയാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തുക മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവൂ. അല്ലാതെ ഒരു 2 ലക്ഷം വേണം അല്ലെങ്കിൽ 20,000 വേണമെന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ 2000 രൂപയാണ് നമ്മുടെ ആവശ്യം, ആ തുകയെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വലിയ തുകയാണെങ്കിൽ നിങ്ങൾ ഈ 3 ദിവസവും ഒരേ എമൗണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. രാവിലെ ഉണർന്ന ഉടൻ ചെയ്താലോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുകയാണെങ്കിലോ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇനി അഥവാ അതിന് സമയം കിട്ടാത്തവരുണ്ട്, ഞങ്ങൾക്ക് ഇടയിൽ ഓർമ്മയില്ല എന്നെല്ലാം പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഓർമ്മയിൽ വരുന്നത് ആ സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ഇതുപോലുള്ള മെത്തേഡുകൾ ട്രൈ ചെയ്യുവാനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വേറെ പല ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് ബോർഡുകൾ, മെത്തേഡുകൾ, മാനിഫെസ്റ്റേഷൻ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്കതിൽ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാം. അതിൽ റിസൾട്ട് കിട്ടുന്നില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് നമ്മുടെ ഇടത് കൈയോ അല്ലെങ്കിൽ വലതു കൈയിലാണ് എഴുതുന്നവരെങ്കിൽ വലതു കൈയോ എടുക്കാവുന്നതാണ്. നടുവിരലിൽ, നമ്മുടെ കൈയുടെ നടുവിരലിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് മുകളിലേക്ക് ഒരു ആരോ മാർക്ക് നമുക്ക് വരയ്ക്കാവുന്നതാണ്. പിന്നീട് പെരുവിരലിൽ താഴെ നോക്കി ഒരു ആരോ മാർക്ക് നമുക്ക് വരയ്ക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ ശുക്രമേട് എന്ന് പറയുന്ന സ്ഥലം, അതായത് പെരുവിരലിന് നേർ താഴെയുള്ള സ്ഥലമാണ് ഈ ശുക്രമേട് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ശുക്ര ഭഗവാന്റെ നമ്പർ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ നമ്പറായ 6 എന്നുള്ള സംഖ്യ എഴുതി ഇതുപോലെ ത്രികോണാകൃതി വരച്ച് അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഈ ഒരൊറ്റ കാര്യം ചെയ്തു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആ 2 വിരലുകളും, അതായത് നമ്മൾ ആരോ മാർക്ക് വരച്ചിട്ടില്ലേ, അത് 2 വിരലുകളും ചേർത്ത് 11 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഈ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിതുപോലെ ടാപ്പ് ചെയ്യാവുന്നതാണ്. വെറും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ വേറെ ഒരു കാര്യവും ഇതിനു വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന തന്നെ എടുക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ആദ്യം നമ്മൾ നടുവിരലിൽ മുകളിലേക്ക് നോക്കിയുള്ള ആരോ മാർക്കും അതുപോലെ തന്നെ പെരുവിരലിൽ താഴെ നോക്കിയുള്ള ആരോ മാർക്കും പെരുവിരലിന് നേരെ താഴെ ശുക്രമേട്ടിൽ 6 എന്നുള്ള സംഖ്യയും എഴുതുക. പിന്നീട് 11 തവണ 2 വിരലുകളും ചേർത്ത് ഒന്ന് ടാപ്പ് ചെയ്യാവുന്നതാണ്. വെറും 11 തവണ മാത്രം ചെയ്താൽ മതി. ഒരു ദിവസത്തിൽ ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഒരുപാട് തവണ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് മാഞ്ഞു പോയി എന്നൊന്നും സങ്കടപ്പെടേണ്ട. ഒരു 5-10 മിനിറ്റോ ഈ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതിയ ഈ ഒരു മെത്തേഡ് നമ്മുടെ
കൈകളിൽ നിന്നാൽ മതി. അല്ലാതെ ഒരു ദിവസം മുഴുവൻ നിൽക്കണമെന്നൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ഇത് ഒരു തവണ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. നമ്മൾ നമ്മുടെ ജോലികൾ എന്താണോ അതിനെ തുടരാവുന്നതാണ്. ഇനി ഇതുപോലുള്ള മെത്തേഡുകളെല്ലാം ട്രൈ ചെയ്ത് നമ്മൾ വെറുതെ വീട്ടിലിരുന്നു കൊണ്ട് എനിക്ക് 2000 കിട്ടണം, 5000 കിട്ടണം, 10,000 കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങളുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ചിട്ടിയുടെ കാശ് കിട്ടുവാനുണ്ട്, അതും അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ ബാലൻസ് കിടപ്പുണ്ട്, അത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടും. ഇനി ചെറിയ തുകകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോട്ടറി എടുത്താൽ പോലും നമുക്ക് അത് കിട്ടുവാനുള്ള ഭാഗ്യം ഈ ഒരു നമ്പർ എഴുതുന്നതിലൂടെയും ഈ ടെക്നിക്ക് നമ്മൾ ചെയ്യുന്നതിലൂടെയും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരിക്കലും വെറുതെ ഇരിക്കരുത്. അതുപോലെ ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചും ഇരിക്കരുത്. നമ്മൾ നമ്മുടെ ജോലി എന്താണോ അത് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ആ സ്വിച്ച് വേർഡ് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ സമയം കിട്ടുമ്പോൾ അധികവും രാത്രിയോ രാവിലെയോ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി അഥവാ സമയം കിട്ടാത്തവരുണ്ടെങ്കിൽ സമയം കിട്ടുന്ന സമയത്തെങ്കിലും ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ എത്രമാത്രം ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാനായിട്ട് ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നുവോ ഒരിക്കലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് ആജ്ഞാപിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ ഈ പ്രപഞ്ചം നിറവേറ്റി തരും. നമ്മുടെ മനസ്ഥിതി എന്താണ് എന്നൊരിക്കലും ഈ പ്രപഞ്ചത്തിന് അറിയാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അതീതമായ ശക്തിയുണ്ട്. അതുകൊണ്ട് പണം അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഇനി പണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ളതാവാൻ ശ്രമിക്കുക. നമ്മൾ പറയുന്നത് എന്താണോ അതുതന്നെയാണ് നമ്മളിലേക്ക് തിരികെ എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, പണത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം മെത്തേഡ് ട്രൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് അത് നമുക്ക് തന്ന് അനുഗ്രഹിക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ചോദിച്ച തുക എത്രയാണെങ്കിലും അത് നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ ഈ പ്രപഞ്ചം തയ്യാറായി നിൽക്കുകയാണ്. നമ്മളാണ് അത് എങ്ങനെ ചോദിക്കണം, ഏതു രീതിയിൽ ചോദിക്കണം, എപ്പോൾ ചോദിക്കണം, ഏത് വഴിയിൽ ചോദിക്കണം എന്നെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മെത്തേഡുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.